അതെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനേ 30,000 50,000 ഒക്കെയാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും എത്രയായിരിക്കും ഒരു ഫീസ് എന്നൊക്കെ പറയുന്നത്? 30,000 50,000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങാവുള്ളൂ ഗവൺമെന്റ് കോളേജിൽ. സോ അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന 50,000 പഠിക്കുന്ന സമയത്ത് എത്രത്തോളം ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും 50,000 ഭയങ്കര കൂടുതലാണ്. ഗോഡ്സ്റ്റാർട്സ് ബി സ്കൂളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 100% ജോബ് അഷുറൻസും അതുപോലെ തന്നെ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റീസും പ്ലസ് 150 അവേഴ്സിന്റെ ട്രെയിനിങ് പ്രോഗ്രാമും വീക്ക്ലി മൺഡേ ടു ഫ്രൈഡേ കമ്മ്യൂണിറ്റി ആക്സസും ലൈവ് സെഷൻസും എല്ലാ പെയ്ഡ് ടൂളിന്റെ മീൻസ് ആക്സസും എല്ലാം തന്ന് നമ്മൾ ഈ പറയുന്ന ജോബ് അഷുറൻസിന്റെ എഗ്രിമെന്റും കൂടെ സൈൻ ചെയ്ത് പോലും നിങ്ങൾക്ക് തരുന്നതിന്റെ നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഫീസ് വരുന്നത് ബിലോ 15,000 ആണ്. സോ 30,000 കൊടുത്ത് പഠിക്കണോ അതോ 50,000 കൊടുത്ത് പഠിക്കണോ എന്നുള്ളതല്ല, എവിടെയാണ് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് കോഴ്സ് കരിക്കുലം അതുപോലെ തന്നെ അവിടുത്തെ മെന്ററുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. ഫീസിന്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, 50,000 30,000 എന്തായാലും കൂടുതലാണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ഫീസിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ടും കൺസിഡർ ചെയ്യേണ്ടത്. സോ ഗോഡ്സ്റ്റാർട്സ് ബി സ്കൂളിൽ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ബിലോ 15,000 റുപ്പീസിനാണ്.